മാർഷൽ ആർട്ടും സെൽഫ് ഡിഫെൻസും രണ്ട് വഴിയിൽ പോകുന്ന രണ്ട് സംഗതികളാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലാത്ത പക്ഷം നമുക്കതിൻ്റെ ബെനിഫിറ്റുകൾ കുറയാൻ ചാൻസ് ഉണ്ട്. ട്രഡീഷണൽ വാല്യൂ ഉള്ള നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലുണ്ടായിരുന്ന വളരെ പഴക്കം ചെന്ന കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നതൊരു വലിയ കാര്യമാണ്, ഗ്രേറ്റ് ആണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ സെൽഫ് ഡിഫെൻസിലേക്ക് വരുമ്പോൾ ലക്ഷ്യം മാറുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ രസകരമായി ഇപ്പോൾ അലങ്കാര പയറ്റ് പോലുള്ള ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. ഇതിൽ പലപ്പോഴും നമ്മളൊന്ന് റെഡിയാക്കി നോക്കിയാൽ ഒരു 10% താഴെ കറക്റ്റായിട്ടുള്ള സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ സ്വയം പ്രതിരോധം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയുള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന പലർക്കും അത് ദേഷ്യമായി തോന്നാം, എങ്കിലും സത്യം എപ്പോഴും കൈപ്പേറിയതായതുകൊണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ ഗുണമാവും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ വീഡിയോ പറയേണ്ടത്. അതിൻ്റെ അവസാനം വരെ കേൾക്കാൻ തയ്യാറാവുക. ഈ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രതിരോധം എന്ന് പറയാം. അതിന് കുറച്ചേറെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങളുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കിതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. മാർഷൽ ആർട്ടിൽ, അവിടെ ആർട്ട് എന്നൊരു വേർഡുണ്ട്. മാർഷൽ ആർട്ടിൽ ഒരുപാട് പൂട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൽഫ് ഡിഫെൻസിൽ പൂട്ടിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. അതിനകത്ത് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഭാഗമുണ്ട്, അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. 2, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ആവശ്യമുള്ള ഒരു സാധനമല്ല സെൽഫ് ഡിഫെൻസിൽ ഫ്ലെക്സിബിലിറ്റി. നമ്മളിവിടെ പല ആയോധന കലകളിലും വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റാൻസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാൻസുകൾ പോലും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നതായിരിക്കും, അത് ന്യൂട്രലായിട്ടുള്ള സ്റ്റാൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം സ്റ്റാൻസുകൾ ഉപയോഗിക്കുമ്പോൾ എതിരാളി മനസ്സിലാക്കാൻ ശ്രമിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് മൂന്നാം കണ്ണുകളിലേക്കൊക്കെ നോക്കി ഫൈറ്റ് ചെയ്താലെല്ലാം കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് മാർഷൽ ആർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഡിഫൻസിൽ ഇതുമായിട്ട് വ്യത്യാസമായ കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ചില ടാറ്റിക്സുകൾ സ്വയം പ്രതിരോധ തന്ത്രങ്ങളിൽ, ആത്മരക്ഷാ തന്ത്രങ്ങളിലുണ്ട്. അത് മിക്കവാറും മാർഷൽ ആർട്ടിൽ ഉണ്ടാവില്ല. അതിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള വർക്കുകളായിരിക്കില്ല നടക്കുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി പോലെ തന്നെ സ്ട്രെങ്തൻ ആക്കാനുള്ള ട്രെയിനിങ് ഉണ്ട് എന്നും പറഞ്ഞാൽ അത് ജിമ്മല്ല, വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാര്യം. അപ്പോൾ അതിപ്പോൾ ഒരു പഞ്ച് ചെയ്യുമ്പോൾ എന്ത് കോർ സ്ട്രെങ്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയറായി മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കത്തി ഉപയോഗിക്കുന്ന സമയത്ത് ആ കത്തി എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഇപ്പം ഐസ് പിക്ക്, ഇൻക്ലൈൻഡ്, അങ്ങനെ കുറച്ചേറെ ടെക്നിക്കൽ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. പ്രധാനമായി പറഞ്ഞാൽ ആയോധന കല എന്ന് പറയുമ്പോൾ അതിന് കലാപരമായ മൂല്യമുണ്ട്, 100% മൂല്യമുണ്ട്. ഒപ്പോൾ അതിനകത്ത് പ്രതിരോധ തന്ത്രങ്ങളുമുണ്ട്. എന്നാൽ സെൽഫ് ഡിഫെൻസ് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വയ്ക്കുക, അതായത് നമ്മുടെ റിയൽ സിറ്റുവേഷൻസിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സിറ്റുവേഷൻസ്, നമ്മൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അറ്റാക്ക്, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ നിൽക്കുമ്പോൾ ഒരു അറ്റാക്ക്, ഒരു വണ്ടിയിൽ നിൽക്കുമ്പോഴുള്ള അറ്റാക്ക്, കാർ ഓടിച്ചു പോകുമ്പോൾ, ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ, അങ്ങനെ നമ്മൾ ഒരു ചായക്കടയിൽ നിൽക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ നിൽക്കുമ്പോൾ എന്ന് തുടങ്ങി കൃത്യമായിട്ട് അത് മാത്രമായിരിക്കും സെൽഫ് ഡിഫെൻസിൽ പറയുക. അതിനാണ് പ്രത്യേക ടാറ്റിക്സ്, കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അത് വിശദമാക്കിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്പർ 1, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ കുറച്ചേറെ നിയമങ്ങൾ, വ്യവസ്ഥകൾ എല്ലാം ഉണ്ട്. അതായത് നമ്മളെപ്പോഴും ഫ്രീ ഹാൻഡ് ആയിരിക്കും. പിന്നെ രണ്ടാമത്, നമ്മൾ വലിയ തരത്തിലുള്ള ആയുധങ്ങൾ, വടി, ഇനി അതല്ലെങ്കിൽ വാള്, പരിച, കുന്തം, ഇങ്ങനെയുള്ളതൊന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മളെപ്പോഴും ഫ്രീ ഹാൻഡ് ആയിരിക്കും. ഫ്രീ ഹാൻഡ് ആണ് എന്ന് കരുതി പൂട്ടുകളോ അല്ലെങ്കിൽ അല്ലാതുള്ള കാര്യങ്ങളോ അല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എത്രയും വേഗം രക്ഷപ്പെടാനുള്ളത്, അതിൽ ഭംഗി ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ചില ബേസിക് പ്രിമൈസസ് ഉണ്ടാവും. അതിനകത്ത് വളരെ നിയമപരമായി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ വരുമ്പോൾ എന്തൊക്കെ എഞ്ചുറികൾ നമുക്കുണ്ടാകാം, അപ്പോൾ എഞ്ചുറി കൂട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അനാട്ടമി ഫിസിയോളജി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പം മെയിൻ ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ലിവർ, ഹാർട്ടൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ എങ്ങനെ മറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. എത്ര പഠിച്ച അഭ്യാസിയാണെങ്കിലും ഒരു കത്തിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ മുറി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എവിടെ അഥവാ മുറി ഉണ്ടായാൽ തന്നെ
കഴിവുള്ളിടത്തോളം നമ്മളത് ചെയ്യുമെങ്കിലും ആ മുറിവുണ്ടാകുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ സെൽഫ് ഡിഫെൻസിൽ അത്യാവശ്യമാണ്. സെൽഫ് ഡിഫെൻസ് ചെയ്യുന്നവർ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഒഫൻസ്, എന്താണ് ഡിഫെൻസ്. നമ്മളൊരാളുടെ ജീവന് ഭീഷണിയാവുന്ന ചെയ്യുന്നത് തന്നെയാണ് ഒഫൻസ്. അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അവിടെ എന്താണ്, അവിടെ ആർട്ടിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, ഡിഫെൻസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. തീർച്ചയായിട്ടും ആ ഒരു തീരുമാനത്തിലാണ് നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ തീരുമാനിക്കേണ്ടത്. മാർഷൽ ആർട്ടിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡിഫൻസിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ളതോ നമുക്ക് കിട്ടുന്നതോ എല്ലാം തന്നെ എന്തായിരിക്കും, ആയുധമായി മാറുമെന്നുള്ളതാണ് പ്രത്യേകത. സെൽഫ് ഡിഫെൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ന്യൂറോ ഫിസിക്കൽ സയൻസ് ആണ്. ന്യൂറോ ഫിസിക്കൽ സയൻസിൽ അത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, എങ്ങനെയൊക്കെ വരാൻ ചാൻസുകളുണ്ട്, എങ്ങനെയായിരിക്കും അവരുടെ റെസ്പോൺസ്, ആ റെസ്പോൺസ് നമുക്ക് മുന്നേ കൂട്ടി എങ്ങനെ മനസ്സിലാക്കാം, അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അവരെപ്പോൾ മൂവ് ചെയ്യും, എങ്ങനെ മൂവ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ കൂടുന്നതാണ് സെൽഫ് ഡിഫെൻസ്. കാലഘട്ടത്തിനനുസരിച്ച് ഇംപ്രവൈസ് ചെയ്ത സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് സെൽഫ് ഡിഫെൻസിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണയുള്ള ആയുധങ്ങളല്ല, തോക്ക് പോലുള്ള കാര്യങ്ങൾ. അതിൽ പിസ്റ്റൾ എന്താണ്, അല്ലെങ്കിൽ എയർ ഗൺ എന്താണ്, ഇങ്ങനെ ഗണ്ണ്, പിസ്റ്റൾ, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, അത് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസസ് എങ്ങനെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും, നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുക, ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ ഫാമിലി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഇങ്ങനെ പറയുന്ന കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശബ്ദശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒച്ച വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒച്ച വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിൻ്റെ ധർമ്മം, അതിൻ്റെ പിറകിലുള്ള സയൻസ് എന്താണ്, ആ വവ്വൽ ഉപയോഗിക്കുന്നതിന് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എതിരാളിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ സയൻസും ആർട്ടും എല്ലാം കൂടെ ചേരുന്നതാണ് ആയോധന കല എങ്കിൽ സയൻസും ഡിഫെൻസും പ്രോപ്പറായിട്ട് ഉപയോഗിക്കലാണ് സെൽഫ് ഡിഫെൻസിലെന്ന് പറയണം. ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾക്ക് എത്ര ബെൽറ്റ് ഉണ്ട്, എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്ത് ഡ്രസ്സ് ഉണ്ടെന്നുള്ളത് പ്രായോഗികമേ അല്ല. അടി ഉണ്ടാകുമ്പോൾ എന്ത് ബെൽറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ ഇതിലെന്താണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. 10-12 വർഷമൊന്നും കളഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളില്ല. ഡെയിലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3-3.5 വർഷം കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഫൈറ്ററായിട്ട് തീരാൻ കഴിയും. അതുപോലെ തന്നെ ലൈഫ് സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് സെൽഫ് ഡിഫെൻസ് മാർഷൽ ആർട്സും തമ്മിലുള്ള ഏതാണ്ട് കുറച്ച് കാര്യങ്ങളുടെ ഒരു ആകത്തുക എന്ന് ഞാൻ പറയുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേരെ കാണുക, ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.